ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡ്. അൻഷൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മല്ലി മുളകൊക്കെ ഒന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ടോട്ടോ എന്നുള്ളത് പരമാവധി ഞാൻ കുറക്കാൻ നോക്കാം. കജ്ജോ ഇല്ലേന്ന് അറിയില്ല, കഴിഞ്ഞിട്ടില്ലെങ്കിലാണ് ക്ഷമിച്ചിടേണ്ടി. അപ്പോൾ നീളം ഉണ്ടായാൽ ഇതാണ് മക്കളെ ഉപകാരം. കണ്ടില്ലേ, റാക്കുമൊക്കെ ഒന്നും സ്റ്റൂള് വെച്ച് കയറണ്ട, അങ്ങനെയാണ് ചെമ്പട്ടിയൊക്കെ എടുക്കുക. ഇത് പിന്നെ ഓട്ടപാത്രം എടുക്കാൻ പിന്നെ ഞാൻ സ്റ്റൂളൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറേ അങ്ങേ തലക്കലേന്, അപ്പോൾ അത് എടുക്കാൻ വേണ്ടി സ്റ്റൂളൊക്കെ വെച്ച് കയറി. അപ്പോൾ ഞാൻ മല്ലി മുളകൊക്കെ ഒന്ന് കേൾക്കുക നമുക്കൊന്ന്. അപ്പോൾ ഇതാക്കണേ, മല്ലിയുണ്ട്, മുളകുണ്ട്. മുളക് 3 കിലോനും മല്ലി 3 കിലോനാണ് കേട്ടോ. മുളകിന് വില 1 കിലോന് 150, മല്ലിക്ക് 110. നമ്മളേതായാലും 3 കിലോന് 2 വാങ്ങിക്കണേ. ഇനിയിപ്പോൾ നോൽമ്പ് കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിച്ചാലോ, കേടന്ന് പോണ സാധനമൊന്നുമല്ലല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചു കേട്ടോ. ഈ മല്ലി മുളകും വാങ്ങിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച്, ഈ നോലുമ്പാകുമ്പോൾ മാത്രം എന്താ നമ്മൾ ഈ മല്ലി മുളകും പൊടിപ്പിച്ചിരുന്നത്, അല്ലാത്ത എന്തെങ്കിലും നമുക്ക് പൊടിപ്പിച്ചുകൂടെ അല്ലേ? അങ്ങനെ ഒട്ടുമിക്ക പേരിലും ഈ നോലുമ്പായാലുണ്ടല്ലോ, നോലുമ്പിൻ്റെ വറാത്ത കച്ചിനോട് കൂടി മുളകും മല്ലിയും അരിയും ഒക്കെ പൊടിപ്പിച്ചിന ബേജാറേക്കാരം. മില്ലിലൊന്നും കാലുത്താൻ സ്ഥലം ഉണ്ടാവില്ല. അരി പൊടിച്ചിട്ടും മല്ലി പൊടിച്ചിട്ടും മുളക് പൊടിച്ചിട്ടും മഞ്ഞൾ പൊടിച്ചിട്ടും ഒക്കെ. അപ്പം നോലുമ്പിന് എല്ലാവരും വാങ്ങി പൊടിപ്പിച്ചു. നോലുമ്പാണ് കഴിഞ്ഞാലോ, നോലുമ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പൊടിപ്പിച്ച് കുറച്ചൊക്കെ ഉണ്ടാവും, അത് പിന്നെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ പാക്കറ്റ് പൊടി തന്നെ ശരണം. അപ്പോൾ ഈ ഞാൻ ഉൾപ്പെടെ കേട്ടോ. അപ്പോൾ മല്ലിയൊക്കെ കേക്കിക്കാണ്ട് ഞാൻ നമ്മളെ ഓട്ടപാത്രത്തേക്ക് പാർന്നിക്കണം കേട്ടോ. അപ്പം ഉണ്ടല്ലോ, മല്ലിയൊക്കെ കേൾക്കണ വീഡിയോസൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോ കുറേ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഡിലീറ്റാക്കി, അല്ലെങ്കിൽ സ്റ്റോറേജ് ആവില്ലേ ഫോണ്. അപ്പോൾ അത് ഇതികളൊക്കെ ഡിലീറ്റ് ആക്കണ കൂട്ടത്തിൽ ആ മല്ലി കേൾക്കണത് കൂടെ ഡിലീറ്റ് ആയിട്ടോ. എന്തോ ഭാഗ്യത്തിന് ഈ ഓട്ടപാത്രത്തൊക്കെ പാരിന് വീഡിയോ മാത്രം കിട്ടി. അപ്പോൾ ഏതായാലും ഇല്ലത് ഇപ്പോൾ അതിൽ കിടക്കട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഏതായാലും മല്ലിയൊക്കെ ഞാൻ നല്ലോണം ഒന്ന് കേക്കിക്കണം കേട്ടോ. 2-3 പ്രാവശ്യം കേക്കിക്കണം കേട്ടോ. ഈ ടോട്ടോ വരികയാണ് മക്കളെ, ഞാൻ ചറിയില്ല. ഏതായാലും ഇങ്ങോട്ട് ക്ഷമിച്ചുണ്ട് നിങ്ങൾ. അപ്പോൾ ഞാനിതാക്കണേ, മല്ലിയൊക്കെ ഒന്ന് കേകി ഓട്ടപാത്രത്തൊക്കെ പാർന്ന്, പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് ഓക്കെള്ളം പാരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ പാരും. അങ്ങനെ ഇതാക്കണേ, പാർന്ന് രണ്ടും പാരും കേട്ടോ. ഇത് പാർന്നെങ്കിൽ ഇച്ചൊരു സമാധാനമുള്ളൂ കേട്ടോ. അത് അരിയാണെങ്കിലും മല്ലിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും മുളകാണെങ്കിലും എല്ലാതാണെങ്കിലും അതിൻ്റെ മേലെ കൂടെ കുറച്ച് ഓക്കെള്ളം പാർന്നെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ അങ്ങനെ മല്ലി മുളകും അല്ല, മല്ലി മാത്രം കേക്ക്, ഇനി നമുക്ക് മുളകും പാടെ കേൾക്കണം. അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ മുളക് ചെമ്പട്ടി കണ്ടിട്ടോട് കൂടി ഉണ്ടല്ലോ തുമ്മിയിട്ട് വയ്ക്കല്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച്, ഇങ്ങനെ ചെമ്പട്ടിക്കിട്ട് കേൾക്കുമ്പം തുമ്പുകയാണെങ്കിൽ ഞാൻ വറുക്കണ കാര്യമാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഞാൻ മിഞ്ഞാന്നോ ഇന്നലെ പറഞ്ഞില്ലേ നമ്മളെ മുളകൊന്ന് വറുക്കണം എന്നുള്ളത്, കജ്ജും തോന്നില്ല. ഏതായാലും ഞാൻ നോക്കട്ടെ, പറ്റുന്നുണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ മുളക് വറുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ തുമ്മി നമ്മൾ ചാകേണ്ടി വരും. ഇന്നിപ്പം മുളക് ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ. ഇത് കിട്ടപ്പോത്തിന് തന്നെ നമ്മൾ തുമ്മല. അങ്ങനെ ഏതായാലും നമ്മൾ മുളകൊക്കെ ഒന്ന് കേക്ക് വാരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2-3 വട്ടം നമ്മൾ മുളകും ഇതേപോലെ തന്നെ കേക്ക് വാരുകയാണ്. ഇനി നല്ലോണം ഒന്ന് വെള്ളം ചോരണം, എന്നിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി ഇടാം. അപ്പോൾ ഇപ്പോൾ ഏതായാലും നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും എന്ന് വിചാരിച്ചിന് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ്, വലിയൊരു ഓട്ടപാത്രം ഉണ്ടെങ്കിൽ കേട്ടോ. ആ ഒരു ഓട്ടപാത്രത്തിലാണ് വാരി ഇടുന്നത്. കേക്കിക്കാണ്ട് വാരിടണം, അതിൽ പെട്ടെന്ന് വെള്ളം ചോർന്നോളുമല്ലോ. അപ്പം നമ്മൾ കേക്കിക്കണ ഇടയിൽ കുറച്ച് നിലത്തേക്കൊക്കെ വീണിക്കണേ. ഇതാക്കണേ, നല്ല വിലയാണ്. 150 ഉറുപ്പ്യ വില കൊടുത്ത് വാങ്ങിയ മുളക് കളയാൻ പറ്റില്ല. അപ്പോൾ ഈ ചാടിയതൊക്കെ ഒന്ന് നുള്ളി പൊറുക്കി എടുക്കണുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടിയൊക്കെ ഒന്ന് കേക്കി നമുക്ക് ഓട്ടപാത്രത്തിൽ തന്നെ
ഇടാം. അപ്പോൾ മുളക് ഒരു പാത്രത്തേക്ക് തന്നെ ഉള്ളേനി കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണമെന്നറിയോ, ആ മുളകൊക്കെ ഇതായതിന് ശേഷം നമുക്ക് നല്ലല്ലേ മല്ലിയും മുളകും മല്ലി ഞാൻ ആ ബക്കറ്റ് ഇട്ടുക്കണം കേട്ടോ. മുളകാണ് ആ 3 പാത്രത്തിൽ മുളകുണ്ട് കേട്ടോ. മറന്നിക്കണേ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോഴാണ് മല്ലി എവിടെയാണ് അപ്പം ഇങ്ങനെ നോക്കണത്. ബക്കറ്റിലുണ്ട് കേട്ടോ മല്ലി. അപ്പോൾ ഇതാക്കണേ ഞാൻ മുളക് വെള്ളം ചോർന്നതിന് ശേഷം ഞാൻ ഇതാക്കണേ ആ ചെമ്പട്ടി കണ്ടിട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ 2-3 നടക്കണം. എന്തിന് ഈ മുളക് കൊണ്ടുവരാൻ. അപ്പോൾ ഒറ്റ നടത്തത്തുമ്പോൾ കഴിഞ്ഞോളും. അപ്പോൾ വെള്ളം ചോർന്നതിന് ശേഷമാണ് ഞാൻ ചെമ്പട്ടിക്ക് ഇട്ടുകണതോ, വെള്ളത്തോട് കൂടി ഇട്ടിട്ടില്ല. അപ്പം കുറച്ച് കൂടിയിട്ടോ ഈ മുളക് കഴുകിയപ്പോൾ. നിങ്ങളോട് പറയുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചിക്കണേ. ഇതിപ്പം ഇന്നലത്തെ അല്ലേ, ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ എന്താ മുളക് നോക്കുമ്പോൾ ഉണങ്ങിയിട്ടില്ല കേട്ടോ, വെള്ളം കുടിച്ചിക്കണേ. അപ്പോൾ ഇനി ഉണങ്ങട്ടെ. 2-3 ദിവസത്തെ വെയിലുള്ളതാണ്. അപ്പോൾ ഇതുണ്ടല്ലോ അയലോകത്തെ താത്ത കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. ഓല് കാശ്മീരി മുളകില്ലേ അതും പിന്നെ സാദാ മുളകാണ് കേട്ടോ. സാദാ മുളക് എരിവുള്ള മുളക് കുറച്ചുള്ളേ, പിന്നെ കാശ്മീരി മുളകാണ് തോന കേട്ടോ. ഓലിക്ക് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഓല് കാശ്മീരി മുളക് വാങ്ങിയത്. നല്ല ചൊറുക്കിണിയാളേ ആ മുളക് കാണാൻ എന്തോ രസം എന്നറിയാം. ചുവന്ന കളറ്, പിന്നെ വലിയ മുളകും എന്തോ രസം കാണാൻ. അതങ്ങനെ പൊടിച്ചാണ്ടല്ലോ നമ്മൾ പിന്നെ കോഴിയൊക്കെ പൊരിച്ചുമ്പോൾ ഉണ്ടല്ലോ അതിക്ക് കളറൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല തോന്നുന്നുണ്ട്. ഇച്ച് വാങ്ങിയാൽ മതി ഇങ്ങനെ തോന്നി. പിന്നെ നമുക്ക് എരു മാണം ഇവിടെ. പിന്നെ നമ്മൾ ആ കാശ്മീരി മുളക് വാങ്ങിയിട്ട് വലിയൊരു ഇതില്ലല്ലോ. പിന്നെ വാങ്ങുമ്പോൾ 1 കിലോനൊക്കെ വാങ്ങണം, എന്നെങ്കിലേ ആ കളറ് കിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു മുളകക്ക് കുറച്ച് തോന ഉണ്ടെങ്കിൽ കളറ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ പിന്നെ നമ്മൾ എന്താട്ടിയെന്ന് അറിയോ, ഞാൻ നമ്മളെ പുതിയാപ്പിള കാക്കാനോട് പറഞ്ഞൊക്കെ ചെയ്ത് കുറച്ച് കാശ്മീരി മുളക് വാങ്ങാനീ. അപ്പം ഇങ്ങോട്ട് പറഞ്ഞേ കാശ്മീരി മുളകിൻ്റെ കാട്ടും നല്ലതാണ് നമ്മളെ ഈ മുളക്, അത് വാങ്ങിയാൽ മതി ചെയ്യാൻ. ആയിക്കോട്ടെ എന്നാൽ മൂപ്പരാക്ക പറഞ്ഞ മാതിരി തന്നെ ആയിക്കോട്ടെ. അങ്ങനെയാണ് നമ്മൾ ആ മുളക് വാങ്ങിയത് കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ മുളകിനൊക്കെ കടക്കാല്ലേ വിരിപ്പ് നമ്മൾ വിരിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ മുളകിനെയും മല്ലിനെയും കൊടന്നിട്ട് അതിലാണ്ട് കടത്തണം. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ മുളക് കൊണ്ടിട്ടിട്ട് ആദ്യം മുളക് ചിക്ക, എന്നിട്ട് പിന്നെ മല്ലി ചിക്ക. അപ്പോൾ ഞാനവിടെ കൊണ്ടുവന്ന് വെച്ചിക്കാണ്. നമ്മളെ കടക്കാല വിരിപ്പൊക്കെ വിരിച്ചിട്ടല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാക്കണേ ഞാൻ മുളകും മല്ലിയും കൊണ്ടുവന്നിക്കണം കേട്ടോ. ഒരൊറ്റ നടത്തുമ്പോൾ തന്നെ ഇന്നത് സാധിച്ച്. അല്ലെങ്കിലോ ആ 3 ഓട്ടപ്പാത്രം എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി കയറി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അങ്ങനെ മല്ലി മുളകൊക്കെ നമ്മൾ ഇടുകയാണ്. അപ്പോൾ മുളക് ഇതാക്കണേ നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുത്തു. ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പരത്തണം, പരത്തണം. താര എന്ന് പറഞ്ഞാൽ വിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഇപ്പം 2 ദിവസമായി കേട്ടോ നമ്മളിപ്പോൾ ഇതിങ്ങനെ വെയിലത്തിടണേ. അപ്പോൾ ഇത് മിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ അപ്പം 2 ദിവസമായില്ലേ. മുളക് കൊണ്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല. 2-3 ദിവസം എങ്ങനെയായാലും വെയിൽ കൊണ്ടിട്ട് ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ചാൽ വറുക്കാൻ പൂതിയൊക്കെ ഉണ്ട്. കജ്ജൊന്നും വെച്ചെങ്കിൽ വറുക്കും വേണം. പിന്നെ ഇപ്പോൾ ഈ മല്ലി മുളകൊക്കെ ഇടുമ്പോൾ എന്തല്ലോ വല്ലാത്ത പേടിയുണ്ട് നമുക്ക് മനസ്സിൽ. എന്താണെന്ന് വെച്ചാൽ വിരുന്നാർ വരും. എപ്പോഴാണ് ആ വിരുന്നാർ വരുന്നതെന്ന് നമുക്ക് പറയാൻ പുടിയാടില്ല തന്നെയാളെ. വറുപ്പിൻ്റെ മേലെ ഇങ്ങനെ കടന്നിങ്ങനെ ചാടുമ്പോൾ ഈ കാലം വിരുന്നാർ വന്നിക്കണേന്നറിയാം. അല്ലെങ്കിലോ അയലോകത്തിലെ പെരയിന്ന് ശുശു പറഞ്ഞങ്ങാണ്ട് ആട്ടി വിടുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ വിരുന്നാർ വന്നിക്കണേന്നില്ല കേട്ടോ. വിരുന്നാർ ആരാന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായേക്കൂലേ? ചിലവർക്കൊക്കെ മനസ്സിലായേക്കും, ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. മനസ്സിലാകാത്തവർ എന്താ നട്ടം തിരിയും പറഞ്ഞ മാതിരി ഞാൻ തന്നെ പറയാം. എന്താ ഇപ്പോൾ ഇവിടെ പറയണേന്നില്ലേ. നമുക്ക് ഇവിടെ കുറച്ച് കുരങ്ങന്മാർ വരാണ്ട്. ചിലപ്പം വീഡിയോ നമ്മളെ പുതിയ ആൾക്കാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർക്ക് അറിയില്ലല്ലോ എന്താ അപ്പോൾ ഈ പമ്പർന്നോളി പറയണത്. വിരുന്നാരാരപ്പോൾ ഈ വരുന്നത് എന്ന് കരുതൂലേ. അപ്പോൾ വിരുന്നാരെന്ന് വെച്ചാൽ കുരങ്ങന്മാരാണ് കേട്ടോ. തള്ളയും തന്തയും കുട്ടികളും മക്കളെയും വല്യമ്മയും വല്യപ്പിയും ഒക്കെ വരുമ്പോൾ ഓരോക്കൊപ്പളേ വരുള്ളൂ. എന്നിട്ട് പിന്നെ ഈ മല്ലിയിലും മുളകിലും അണ്ട് കളിച്ചോല്.
പിന്നെ അത് രണ്ടാം പണി പിന്നെയും വേണം നമ്മൾ എടുക്കുക. അപ്പം മുളകും മല്ലി അരി ഗോതമ്പൊക്കെ ചിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണും ചെവിയും കൂർപ്പിച്ച് കുത്തിറക്കണം. ഇത് ഉണങ്ങി കിട്ടുമോളൊരു സമാധാനം ഉണ്ടാവില്ല. കുരങ്ങന്മാർ വരുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ഇപ്പോൾ 2 ദിവസം വെയിലത്ത് ഇട്ടിക്കണ്. അപ്പോഴൊന്നും നമ്മളെ വിരുന്നാർ വന്നിട്ടില്ല കേട്ടോ. കുരങ്ങന്മാരെത്തിയിട്ടില്ല, കണ്ടിട്ടില്ലേക്കും. അല്ലെങ്കിൽ ഒരു തുടിയിൽ വാരിയാൽ മതി ഓല്. എന്നാൽ പിന്നെ എല്ലാം തൊട്ടുകാണ്ട് കേൾക്കണം നമ്മൾ, അല്ലെങ്കിൽ മനസ്സിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഞാൻ മല്ലി ഒക്കെ ഇതേപോലെ തന്നെ ചിറ്റിക്കണ താര ചിക്കിക്കണ് കേട്ടോ. അവിടെ ഇവിടെ ഒന്നും കൂടി നിൽക്കാതെ അങ്ങനെ മുളക് മല്ലി ഒക്കെ ആയി. ഇനി നമുക്ക് വേറെ എല്ലാ പണികളൊക്കെ എടുക്കാണ്ട്. അപ്പം അങ്ങനെ ഇതാക്കണേ. കുറച്ച് മുളകിൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ ചെമ്പട്ടിയിൽ ഇങ്ങനെ തങ്ങി നിന്നീനി. അതൊക്കെ ഞാനൊന്ന് എടുത്ത് അയക്കാനിട്ടിക്കണം കേട്ടോ. മുളകിൻ്റെ കുരു ഉണ്ടെങ്കിലേ എരുണ്ടാകുള്ളൂ. ഒറ്റൊരു പൊടി നമ്മൾ കളയാൻ പറ്റില്ല. ഒക്കെ അയക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ മുളകൊക്കെ ചിക്കി കഴിഞ്ഞു. പിന്നെ മക്കളെ നമ്മളെ ഹാള് പെയിൻ്റ് അടിച്ചാൽ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ വിരിച്ചിക്കണം കേട്ടോ നേരത്തൊക്കെ. പിന്നെ കർട്ടനുകളൊക്കെ ഊരിട്ടോ. അപ്പം ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമുക്ക് ഇനി പെയിൻറ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഹോം ടൂർ ഇറങ്ങാണ്ട് ഒരു വീഡിയോ എടുത്താൽ പോരെ? ഇത് പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതിനാട് നല്ലതല്ലേ ഹോം ടൂർ എടുക്കുന്നത്? അതല്ലേ നല്ലത്? നിങ്ങൾ അഭിപ്രായം പറയട്ടോ. നിങ്ങൾ എന്താ പറയണത് വെച്ചാൽ അതുപോലെ കാട്ടാം. അല്ല നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചത് അപ്പം തന്നെ കാണണം എന്നാണ് വെച്ചെങ്കിൽ നമ്മൾ അപ്പം തന്നെ കാണിച്ചു തരും. അതല്ല വെച്ചെങ്കിൽ നമുക്കൊരു ഹോം ടൂറായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ കാട്ടാം. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മളെ കർട്ടനുകളൊക്കെ മെഷീനിലിട്ട് തിരുമ്പാൻ നിൽക്കുകയാണ് കേട്ടോ. അയ്യോ, അപ്പം അങ്ങനെ മെഷീനിൽ നമ്മളെ കർട്ടനുകളൊക്കെ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ലിക്വിഡ് കൂടിയും പാർന്ന് നമ്മൾ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂർ നേരം ഞാൻ ആ വെള്ളത്തിൽ തന്നെ പൊതിരാൻ വെക്കും കേട്ടോ. എന്നെങ്കിലേ ചളിയൊക്കെ ഒന്ന് ഇളകി പോരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2-3 മണിക്കൂർ നേരം അതിലിട്ടിട്ട് നമുക്ക് ഒന്ന് ചളിയൊക്കെ ഒന്ന് ഇളകട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ മെഷീനാണ്ട് ഓണാക്കാം. അപ്പം അങ്ങനെ അത് കറങ്ങി തിരിഞ്ഞ് ഉണക്കിയാണ് തന്നോളും. അങ്ങനെ അതതിൽ കിടക്കട്ടെ. ഇനി നമുക്ക് എന്താണ് കണ്ടോ. അപ്പം അങ്ങനെ തിരുമ്പി നമ്മൾ ബക്കറ്റിക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും തിരുമ്പിക്കണമെങ്കിൽ നമുക്ക് അതെന്താട്ടണം, തോരയിടണം. അപ്പോൾ നമ്മൾ അയലമ്മ കൊണ്ടുപോയി തോരയിടുകയാണ് കേട്ടോ. അപ്പം വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർ ഒരുപാടുണ്ട്. നമുക്കെന്നും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, ചോറ് വെച്ച് ഊറ്റിക്കണേ. മീൻകാരൻ ഇന്നും വന്നില്ല മക്കളെ. ആ മീൻ ഇതാക്കണേ വെക്കാനില്ല. കായ എപ്പോഴും അങ്ങനെ തന്നെ തിളപ്പിച്ചോണം ഇതാക്കിയോണം നിന്ന്. പിന്നെ പിടിച്ചെന്നെടുത്ത് ഇന്ന് വരും കരുതിക്കാണ്ട് പിടിച്ചെന്നെടുത്തതാണ്. ഇന്നും വന്നില്ല, ഇന്നും പറ്റിച്ച്. ഇതിക്ക് ഇനി ഞാൻ ആ മീൻ എന്നാ കിട്ടണമെന്ന് വെച്ചാൽ അന്ന് ഞാൻ ആ മീൻ ആ മസാലയ്ക്ക് ഇടുള്ളൂ. അതുവരെ ഞാൻ പിടിച്ചിൽ പാത്തക്കും. പിന്നെ ഇതാക്കണേ ഇനി നമുക്ക് കൂട്ടാൻ പപ്പടം പൊരിച്ചിക്കണേ. പിന്നെ ഉണക്കമുളകും ജീരുള്ളിയും പിന്നെ വെളിച്ചെണ്ണയും പുളിയൊക്കെ ഇട്ടിട്ടില്ല ഒരു സമ്മന്തി അരച്ചിക്കണേ. പിന്നെ നമ്മളെ ചെറുപയർ കൂട്ടാൻ. അതുകൊണ്ട് അത് കഴിഞ്ഞ് ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പിന്നെ എന്താട്ടിന്നറിയോ, നമ്മളെ സാധനക്കൂട്ടം വന്നപ്പം സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞേ കൂട്ടാനൊന്നുമില്ല, ഉമ്മാനൊട്ടി ഒരു 100 റുപ്യക്ക് ഒരു കോഴി, കുറച്ച് കോഴി കൊണ്ടുവരിക. അങ്ങനെ ഓൻ പോയിക്കാണ്ട് 100 റുപ്യേൻ്റെ കോഴി ഇടുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇത് എടുത്ത് കാണ്ടാണ് വെക്കാം. ഇനി നാളെ നമുക്ക് മീൻ വരികയാണെങ്കിൽ വാങ്ങാം. ഇതിപ്പം നാളെ ഇറക്കാണ്ട് ലോട്ടറി മാതിരിയാണ് ആളെ മീൻകാരൻ കാക്ക നമ്മളെ പറ്റിച്ചുകൊണ്ട് രാവിലെ ഒരു മീൻ വണ്ടി വരും. ആ മീൻ വണ്ടി പിന്നെ കണ്ട് മണ്ടി ചെന്നപ്പോത്തിന് അതാണ് പോയി. പിന്നെ മീൻ വണ്ടി വേറൊരു കാക്കി കൂടി വരലുണ്ടായിരുന്നു, കണ്ണടച്ചൊരു കാക്ക. ആ കാക്കാനെ കാണാനുമില്ല, ഈ കാക്കറ്റ വന്നതുമില്ല. അതുകൊണ്ട് ഇന്നും നമ്മളെ മീനിലെ മസാല ഇന്നും അവിടെ ബാക്കിയാണ്.
ഇനി നമുക്ക് എന്നാണ് ആ മീൻ കിട്ടണമെന്ന് വെച്ചാൽ അന്നേ ഞാനിടുള്ളൂ. അത് ഇൻ്റെ ഒരു വാസിയാണ്. അതിപ്പോൾ ഞാനത്തുനിന്ന് മീൻ കിട്ടിയാലും വേണ്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഴി തുള്ളി വെള്ളത്തിൽ വറ്റിച്ചാണ് വെച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ടെണ്ണം നമ്മൾ പാത്ത് വെച്ചിരിക്കണം കേട്ടോ. നാളെ മീൻ കിട്ടിയിട്ടില്ല ചെങ്കിൽ നമുക്ക് പൊരിച്ചാലോ ആ എഴുതിക്കാണ്ട്. പിന്നെ നമ്മളെ കർട്ടനുകളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാൻ എടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ചീച്ച കാണുന്നുണ്ടാവില്ലേ, നമ്മളെ ഹാളിലുണ്ടല്ലേ ഫ്രെയിം അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ കാട്ടേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മതി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.